ആരാ? വന്ദനീച്ചി. സംസാരിച്ചോ. ആ അതങ്ങനെയാ ചേച്ചി. മോളെ ശ്രദ്ധിക്കണം, എന്തുണ്ടെങ്കിലും പറയണം. ആഹാ, അച്ഛനൊക്കെ എവിടെയാ? എന്റെ കുഞ്ഞിന്റെ ശബ്ദം കേട്ടപ്പോ ഉള്ളിലെ പൊള്ളലിനൊരാശ്വാസം. വിക്രം എന്ന രാക്ഷസന്റെ യഥാർത്ഥ രൂപം വർഷ കണ്ടിട്ടില്ലല്ലോ. അവരുടെ മുന്നിൽ മുഖം മൂടിയിട്ട് അഭിനയിച്ച് തകർക്ക വിക്രം. എന്താണ് അവന്റെ നീക്കങ്ങളെന്ന് കണ്ടെത്തണം. ഏത് വിധേനയും അവളെ രക്ഷപ്പെടുത്താനുള്ള വഴി കണ്ടുപിടിച്ചിട്ട് വേണം ഇനി മുന്നോട്ട് പോക്ക്. അതുവരെ എന്റെ വെളിപ്പുറത്ത് അമ്മ അവളെ കാക്കും. ശരി. എന്തായി? ഫോണിൽ പറഞ്ഞാൽ സേഫ് അല്ലെന്ന് കരുതിയാ നേരിട്ട് വന്നത്. കുറുപ്പ് സാറ് സംശയം പറഞ്ഞതുപോലെ തന്നെയാ കാര്യങ്ങൾ. വന്ദനയുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ കൊട്ടേഷൻ കൊടുത്തത് രാജീവനുടെ സഹോദരി രാഖിയും സാഗറും തന്നെയാണ്. അപ്പോ എന്റെ ഊഹം തെറ്റിയില്ല. സാഗർ ശത്രുവിന്റെ ശത്രുമിത്രം എന്നല്ലേ ഒരു പഴഞ്ചൊല്ല്? നമ്മൾ രാഖിയും സാഗറുമായിട്ട് കൈകോർക്കുന്നു, ഒരു ചങ്ങാത്തം സ്ഥാപിക്കുന്നു. അല്ല, ഇതിൽ ഈ പാർട്ടി സെക്രട്ടറിയുടെ അഭിപ്രായം എന്താ? ഹൈക്കമാൻഡിനോട് ചോദിച്ചിട്ട് അഭിപ്രായം പറയാൻ നിൽക്കട്ടെ, ഇപ്പൊ വേണം പറ. അത് തന്നെയാണ് നല്ലത്. ഒരുമിച്ച് നിന്നാൽ കാര്യങ്ങൾ എളുപ്പമാവും. പക്ഷേ ശത്രുവിനേക്കാൾ ഭയക്കണം വിശ്വാസം മുതലെടുത്ത് കാലുവാരുന്ന ബന്ധുക്കളെ. അപ്പൊ പാർട്ടി സെക്രട്ടറി ഉദ്ദേശിച്ചത് ജഗനെ ആയിരിക്കും അല്ലയോ? ഓ, ജഗൻ വരുന്നുണ്ട്. അല്ല, കണ്ടിട്ട് ഇവിടെ ഒരു ചർച്ചയാണെന്ന് തോന്നുന്നല്ലോ. അപ്പോ ഞങ്ങൾ സംസാരിച്ചതൊന്നും നീ കേട്ടില്ല എന്നർത്ഥം. ഇല്ല, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. അതേതായാലും നന്നായി അല്ലടോ പാർട്ടി സെക്രട്ടറി. അല്ല, എന്തായിരുന്നു നിങ്ങളുടെ ചർച്ചാ വിഷയം? അല്ല, അത് പിന്നെ നമ്മുടെ ആലമൂട്ടിലെ അതിർത്തിക്കല്ലിന്റെ കാര്യത്തിൽ ഒരു ചെറിയ കശപിശ, അത്രേ ഉള്ളൂ. അതെ, അത് പിന്നെ ഈ അതിർത്തി കല്ലിന്റെ അല്ലല്ല ഈ കല്ലിന്റെ ചർച്ചയായിരുന്നു. കള്ളം, ശുദ്ധ കള്ളം. രാഷ്ട്രീയക്കാരനായിട്ടും സംശയം തോന്നാത്ത രീതിയിൽ കള്ളം പറയാൻ അച്ഛൻ ഇതുവരെ പഠിച്ചിട്ടില്ല. ഇത് വേറെന്തോ ചർച്ചയായിരുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട്. ഇതുവരെ എല്ലാ കാര്യങ്ങളും അച്ഛൻ എന്നോടായിരുന്നു ചർച്ച ചെയ്യാറുള്ളത്. എന്നാ ഇപ്പൊ ചർച്ചകളെല്ലാം പാർട്ടി സെക്രട്ടറിയോടായി. അല്ല, ഞാൻ ഔട്ടായി പോവോ? അതെന്ത് ചോദ്യം മോനെ? അതിർത്തി പ്രശ്നം, കല്ല് കേസ് തുടങ്ങി അതുപോലത്തെ ചെറിയ ചെറിയ കേസുകൾ നിന്നെ അറിയിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഗൗരവമുള്ള പാർട്ടി പ്രശ്നങ്ങളാണെങ്കിൽ നിശ്ചയമായും ജഗനെ അറിയിച്ചിരിക്കും. അല്ലേ സെക്രട്ടറി? അതെ.
നീ കൂടെ ഉണ്ടെങ്കിൽ ഈ കുറുപ്പിനൊരു ധൈര്യമാകും. അടവുകൾ അറിഞ്ഞ അർജുനനാണ് നീ. അതെ, അത് തന്നെയാണ് സത്യം. നിങ്ങളുടെ ചർച്ച നടക്കട്ടെ. ആവനാഴിയിൽ അമ്പ് തീരുമ്പോഴെങ്കിലും എന്നെ ഒന്ന് വിളിക്കണേ. ഞാൻ വരാം. ശരി. സൂക്ഷിക്കണം. ആ കേസ് കുത്തിപ്പൊക്കാൻ മിടുക്കനായ ഒരു വക്കീലിനെ തേടി ഇറങ്ങിയിരിക്കുകയാണ് വന്ദന. ആ കേസ് കോടതിയിലെത്തി അന്വേഷണത്തിനായി ഉത്തരവിട്ടാൽ അതിൻ്റെ വരുംവരായികളൊക്കെ അറിയാലോ അല്ലേ? അതുകൊണ്ട് അവളുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കണം. അവളുടെ പിറകെ ഒരു കണ്ണ് വേണം. അവളുടെ നീക്കങ്ങൾ അപ്പോ എന്നെ അറിയിക്കുകയും വേണം. മനസ്സിലായോ? അതിനെ വിശ്വസ്തരായ ആരെന്ന് വെച്ചാൽ ഏർപ്പെടുക. ശരി സാർ, എന്നാ ഞാൻ അതെ, പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. ഓ, ഇതൂടി. മോളെ, ഭഗവതി, മുത്തശ്ശി. എന്റെ ദേവി, നീ ഇന്ന് അമ്പലത്തിൽ പോയിട്ട് ഒരുപാട് സമയമെടുത്തല്ലോ മോളെ. ഭഗവതിയെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്തിയിട്ടാണോ നിന്റെ വരവ്? ഭഗവതി പ്രത്യക്ഷപ്പെട്ടില്ല. പക്ഷേ എന്നോട് പ്രധാനപ്പെട്ടൊരു കാര്യം അറിയിക്കാൻ ഭഗവതി ഒരാളെ അയച്ചു തന്നു. അതാരാ? ഭഗവതി നേരിട്ട് അയച്ച ആള്? എന്റെ പരിചയത്തിലുള്ള ഒരു സ്ത്രീയാ. അവരൊരു ഡോക്ടറെ കുറിച്ച് പറഞ്ഞു. ഓർത്തോയുടെ സ്പെഷ്യലിസ്റ്റാ, ഡോക്ടർ കാർത്തിക മാധവ്. ഒരിക്കലും ഭേദപ്പെടില്ല എന്ന് കരുതിയ രോഗികളുടെ അസ്ഥികളുടെ ഒടിവും ചതവും തേയ്മാനും ഒക്കെ മാറ്റിയെടുത്ത് ഭേദപ്പെടുത്തിയിട്ടുള്ള ആളാണത്രേ. എന്നാ എത്രയും പെട്ടെന്ന് ദേമോളെ ആ ഡോക്ടർ ഇന്ന് കാണിക്കണം. മോളെ, എത്ര രൂപ ചെലവാകും? അതിപ്പോ ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം രൂപയെങ്കിലും ആവും, അല്ലേ മോളെ? 1 ലക്ഷം രൂപയോ? ജോലിയൊന്നുമില്ലാത്ത മോളെങ്ങനെ അത്രയും വലിയ തുകയുണ്ടാക്കും? ഇപ്പൊ തന്നെ ചുമലിലൊരു ബാധ്യതയുണ്ട്. വിനുവേട്ടന്റെയും ദീമോളുടെയും. പിന്നെ എന്റെയും ചെലവ് കാശ് ഞാൻ നൽകാന്നല്ലേ ഏറ്റിരിക്കുന്നത് മുത്തശ്ശി. എനിക്കൊരു ചെറിയ ജോലിയിലേ ഉള്ളൂ. ട്രെയിനിങ് സമയമായതിനാൽ ശമ്പളം കുറവാ. അത് മാത്രം വെച്ച് മോളെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അപ്പോ എനിക്കിനി ഓടിച്ചാടി നടക്കാനൊന്നും പറ്റില്ലേ വന്ദനമേ? എന്റെ അച്ഛനും അച്ഛമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എത്ര പൈസ വേണമെങ്കിലും അവർ തന്നേനെ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളില് ആവശ്യമില്ല എങ്കിലും ചില കാര്യങ്ങളൊക്കെ ഓർത്തു പോകുന്ന. രാജീവ് വിൽപത്ര പ്രകാരം വന്ദനയ്ക്ക് നൽകിയ അധികാരം വിട്ടുകൊടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോ പണത്തിന് വല്ല പഞ്ഞും ഉണ്ടാകുമായിരുന്നോ? പണത്തിന് പഞ്ഞുണ്ടാവില്ലായിരുന്നു. പക്ഷെ ചികിത്സയുടെ കാര്യോർത്ത് വേവലാതിപ്പെടാൻ ദേമോൾ ഇവിടെ ഉണ്ടാവുമായിരുന്നോ? രാഗിയും സാഗറും കൂടി എന്റെ മോളെ കൊന്നിന്. അങ്ങനെ ചിന്തിക്കുമ്പോ നീ ചെയ്തത് പുണ്യമാണ് മോളെ. ദിയമോളെ പോലെ ഒരു കുഞ്ഞ് എന്നും ജീവിച്ചിരിക്കണം. അത് പുണ്യത്തിന് മേലെയുള്ള പുണ്യമാ. അത്തരം പുണ്യങ്ങൾക്കാണമ്മേ ദൈവത്തിന്റെ മുന്നിൽ സ്ഥാനം.
ദൈവം കണക്ക് പുസ്തകത്തിൽ അത് കുറിച്ചിട്ടിട്ടുണ്ടാവും. ക്ഷേത്രത്തിൽ വെച്ച് ഒരു സ്ത്രീയല്ലേ നിന്നോട് ഡോക്ടറുടെ കാര്യം പറഞ്ഞത്? ആ സ്ത്രീയെ ദേവി തന്നെ അയച്ചതാണെന്നല്ലേ നീ പറഞ്ഞത്? ആ, അത് സത്യമാണ് മോളെ. അതുപോലെ ദേവമോളുടെ ചികിത്സ നടക്കാനുള്ള ഒരു കാര്യം ദേവി എന്റെ മനസ്സിലും തോന്നിപ്പിച്ചിട്ടുണ്ട്. എല്ലാം മംഗളമായി നടക്കും. നീ വാ മോളെ. എങ്ങോട്ടാ അമ്മേ? ദൈവം നിശ്ചയിച്ച വഴിയിലേക്ക്. നീ വാ. വാ. എന്റെ മക്കൾ ഇങ്ങോട്ട് വാ. വാ. ആ. മുത്തശ്ശി, എന്റെ മോൾക്ക് നല്ല കാലം തെളിയാൻ പോവാ. ബുജ്ജമ്മ സുഹൃതം. ഇനി വാ. വാ. എന്റെ മക്കളിങ്ങോട്ട്. ഓ, എനിക്ക് വയ്യ. നമുക്ക് ഓറഞ്ച് തിന്നാലും. എന്തിനാ അമ്മ ഇപ്പൊ ഇതൊക്കെ എടുക്കുന്നേ? ഇത് പണയം വെക്കോ വിൽക്കോ മറ്റോ ചെയ്ത ദേവമോളുടെ ചികിത്സാ ചെലവിനുള്ള പണം കിട്ടുമല്ലോ. മോൾ ഇത് വെച്ചോ. വേണ്ടമ്മേ, ഇതൊന്നും വേണ്ട. മാല അമ്മയുടെ കയ്യിൽ സൂക്ഷിച്ചാൽ മതി. ഇത്രയും വിലപിടിപ്പുള്ള മാല കാഴ്ചവസ്തുവായി വെറുതെ സൂക്ഷിച്ചിട്ട് എന്താ കാര്യം? പണവും സ്വർണവും ഒക്കെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ലേ? ശരി തന്നെ. ഈ മാലയായിട്ട് അമ്മയ്ക്കുള്ള ആത്മബന്ധം എനിക്കറിയാം. ഇത് കൂടെ കൂടെ എടുത്തു നോക്കി എന്റെ അമ്മ ചിരിക്കുന്നതും സങ്കടം ഉള്ളിൽ ഒതുക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാ. അമ്മയെ വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് അച്ഛന്റെ സമ്പാദ്യത്തിൽ നിന്ന് ആദ്യം വാങ്ങിക്കൊണ്ട് തന്ന മാല ഇത്. ഇതിൽ അച്ഛന്റെ വിയർപ്പിന്റെ മണമുണ്ട്. മനസ്സ് വല്ലാതെ നോവുമ്പോ ഇത് എടുത്തു നോക്കി അമ്മ ആശ്വസിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പണയം വെക്കാനോ വിൽക്കാനോ ഒന്നും പാടില്ലമ്മേ. അങ്ങനെയുള്ള സെന്റിമെന്റ്സ് ഒന്നും വേണ്ട മോളെ. നിന്റെ അത്യാവശ്യം നടക്കട്ടെ. ആരുമില്ലാത്ത നേരത്ത് വീട്ടിലെ സ്വർണ്ണം എല്ലായിടത്തും ദാനം ചെയ്യും. അതും കാലും കടച്ചാണിയില്ലാത്ത ഒരു അനാഥ കൊച്ചിനെ ചികിത്സിക്കാൻ. അത് നടക്കില്ല. നിർത്തടി. നിന്നെ ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചോ? ക്ഷണിക്കണ്ട. ഈ വീട്ടില് വേണ്ടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നടന്നാ അതിന്റെ മനസ്സെന്നെ അറിയിച്ചിരിക്കും. അനാഥ കുട്ടിക്ക് വാരിക്കോരി ദാനം ചെയ്യാനേ ഇതെന്നാ ധർമ്മശാലയാണോ? അനാഥക്കുട്ടി എന്ന വാക്കിനി നീ ഇവിടെ പറഞ്ഞു പോകരുത്. ദേവമോൾ ഈ വീട്ടിലെ കുട്ടിയാ. മനസ്സിലായി. ഞാൻ വേറെ വീട്ടിലാണല്ലോ കഴിയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ കുട്ടി അല്ലാന്നായിരിക്കും. ഇല്ലാത്ത അർത്ഥങ്ങളൊക്കെ മെനഞ്ഞെടുത്ത് വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണോ നീ? ആണെങ്കിൽ ആണെന്ന് കൂട്ടിക്കോ. വീട്ടിൽ പൊതുവകയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണവേ അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് എടുത്തു കൊടുക്കാനൊന്നും പറ്റില്ല. ചേച്ചി, സ്വർണം വേണമെന്നൊന്നും അമ്മയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അതൊരു നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് അമ്മ തീരുമാനിച്ചത് അമ്മയുടെ നല്ല മനസ്സുകൊണ്ടാ. അതിന് തടസ്സം നിൽക്കുന്നതൊന്നും അത്ര ശരിയായ കാര്യമല്ല. ആഹാ, എന്നെ ഉപദേശിക്കാൻ നിനക്ക് എന്താണ് ഈ യോഗ്യത? നാട്ടിലെല്ലാവരും പോസ്റ്റ് ഒട്ടിച്ച് നടക്കുന്നുണ്ട് വന്ദനയുടെ ഗുണഗണങ്ങള്.
ദേ, എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത് നീ. അമ്മേ, ചേച്ചി തല്ലിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ വസന്തയെ ഭീഷണിപ്പെടുത്തിയോ തല്ലി ഓടിക്കാവുന്നോ ആരും കരുതയും വേണ്ട. ഈ സ്വർണവോ മറ്റേതെങ്കിലും സ്വർണവോ കുട്ടിയുടെ ചികിത്സക്കായിട്ട് കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും അതോടെ അവസാനിച്ചിരിക്കും. വന്ദനയ്ക്കും വർഷയ്ക്കും ഒക്കെ ആവശ്യത്തിൽ കൂടുതൽ സ്വർണം കൊടുത്തു കഴിഞ്ഞു. വെറും നക്കാപ്പിച്ച തന്ന് ബാധ്യത തീർത്ത് പുറംകാലിന് പുറത്താക്കിയതല്ലേ എന്നെ. ഇനി ഇവിടുത്തെ സ്വർണമെല്ലാം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാ. എനിക്ക് 2 പെൺമക്കളാ ഉള്ളത്. ആയിക്കോട്ടെ, എനിക്കിനി സ്വർണ്ണമൊന്നും വേണ്ട. കുഞ്ഞിനെ ചികിത്സിക്കാനുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വേറെ വല്ല വഴിയും നോക്കിക്കോളാം. വേറെ നോക്കാൻ വഴിയുണ്ടല്ലോ. എന്തായാലും നിനക്കിപ്പോ ലൈസൻസ് കിട്ടിയല്ലോ. ഇനി ഒരുങ്ങി കിട്ടിയങ്ങ് ഇറങ്ങിയാ മതി. പണമൊക്കെ തനിയെ ഉണ്ടായിക്കോളും. വസന്തേ, നീ മലർന്നു കിടന്നാണ് തുപ്പുന്നതെന്ന് ഓർക്കണം. വന്ദന നിന്റെ കൂടെ പിറപ്പാ. എന്റെ മക്കളിൽ ആര് നശിച്ചാലും ഇവള് നശിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മോളെ, ഇതൊന്നും കേട്ട് തളർന്ന് നീ കണ്ണീരൊഴുക്കി നിൽക്കരുത്. നാക്കില് ലൈസൻസ് ഇല്ലാത്തവള് എന്ത് തോന്നിയാസം വേണമെങ്കിലും പറഞ്ഞോട്ടെ. മോളി സ്വർണം കൊണ്ടുപോയി കുട്ടിയുടെ കാര്യം നോക്ക്. വേണ്ടമ്മേ, ശാപദോഷം പിടിച്ചവളാ ഞാൻ. ചേച്ചി കണ്ണു വെച്ചിരിക്കുന്ന ഈ സ്വർണം വാങ്ങി ചേച്ചിയുടെ ശാപം കൂടി തലയിലേറ്റാൻ എനിക്ക് ശക്തിയില്ല. എന്റെ മോളെന്നെ പിടിക്കൊന്നും വേണ്ട. മോള് വീഴാതിരുന്നാ മതി കേട്ടോ. വാ. മുത്തശ്ശി എന്തിനാ എന്നെ പുറത്തേക്ക് കൊണ്ടുപോയത്? ഇങ്ങ് വാ. പുറത്തെ ഒരു കർപ്പൂരമാവ് ഞാൻ കാണിച്ചു തന്നില്ലേ? ആ മാവില് മുത്തശ്ശി മാധവനോട് പറഞ്ഞ് ഒരു ഊഞ്ഞാലിടും. എന്നിട്ട് ആ ഊഞ്ഞാലിലിരുന്ന് മോള് തെന്നി തെന്നി ആടുന്നത് മുത്തശ്ശിക്ക് കാണണം. ഞാൻ എങ്ങനെയാ തെന്നി ആടുന്നത്? എന്റെ കാലിന് സുഖമില്ലല്ലോ. ഓ, മോളുടെ കാല് ചികിത്സിച്ച് ഭേദമാക്കുമല്ലോ. സുഖമായ കാലും വെച്ച് എന്റെ മോൾ ഊഞ്ഞാലാടുമ്പോ ഈ മുത്തശ്ശി എന്റെ മോക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ പാടിത്തരും. എനിക്ക് പാട്ടൊന്നും വേണ്ട, കഥ പറഞ്ഞു തന്നാ മതി. മുത്തശ്ശി കഥ വരുന്നത് കേൾക്കാനേ നല്ല രസമാ. കഥയെങ്കിൽ കഥ പോരെ? ആ മതി. എന്താ മുത്തശ്ശി? എന്റെ മോളോടൊപ്പം ഞാന് ഓടുന്നതിന്റെ ഊഞ്ഞാലാടുന്നതിന്റെ ഒക്കെ കാര്യം ഓർത്തുപോയി. വന്ദനമ്മയെ കാണുന്നില്ലല്ലോ മുത്തശ്ശി. ആ, മോളുടെ ചികിത്സക്ക് വേണ്ടി ചന്ദ്രികാമ്മ അവൾക്ക് പൈസ കൊടുക്കും. അത് വാങ്ങിക്കാൻ പോയിരിക്കുക. മോള് നോക്കിക്കോ. മോളെ ആശുപത്രി കൊണ്ടുപോകും, ചികിത്സിപ്പിക്കും, ഈ കാലൊക്കെ സുഖപ്പെടുത്തും കേട്ടോ. സുന്ദരി മോള്. എന്താ മോളെ വല്ലാതിരിക്കുന്നത്? ചന്ദ്രിക പൈസ തന്നില്ലേ? വസന്തയെ ചേർത്തുണ്ട്. മോള് വാ. കൊച്ചിനെ കാണിച്ചേ അമ്മയുടെ കയ്യിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റാനായിരുന്നു പരിപാടി. ഈ വസന്ത അതങ്ങ് പൊളിച്ചടിക്ക് കൈ കൊടുത്തു. ഈ വസന്ത ആരാ മോള്? ഈ ബാധ ഇതുവരെ പോയില്ലേ?
അമ്മേ ഇവിളിവിടെ ഉണ്ടായിരുന്നോ? എന്താ മോളെ, വന്ദനയ്ക്ക് ചികിത്സയ്ക്കുള്ള പൈസ കൊടുത്തില്ലേ? എന്താ നിന്റെ മുഖത്തൊരു വിഷമം പോലെ? അതിനുള്ള മറുപടി ഇവള് പറയും. മോളെ അത് ശരി. അപ്പൊ അമ്മ വന്ദനയ്ക്ക് സ്വർണം എടുത്തു കൊടുക്കാൻ പോയത് അച്ഛമ്മ കൂടി അറിഞ്ഞിട്ടായിരുന്നല്ലേ? അതേടി, ഒരു നല്ല കാര്യം നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചു. നീ വലിഞ്ഞു കയറി വന്ന് അതും കൂടെ കുളവാക്കിയില്ലേ? തൃപ്തിയായല്ലോ നിനക്ക്? ഇനി പോയിക്കൂടെ? പോവാനേ എനിക്ക് മനസ്സില്ല. ഊണ് കഴിച്ചിട്ടേ പോന്നോളൂ. അല്ല പിന്നെ. ഓ എന്റെ അമ്മോ, ഇങ്ങനെ ഒരു തൊലിക്കട്ടി! നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആലുകളെത്താലേ അതും ഒരു തണല് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നൊരു പഴഞ്ചൊല്ലു കൂടിയുണ്ട്. അച്ഛമ്മേ, അമ്മയുടെ കയ്യിലുള്ള സ്വർണം മുഴുവൻ കരഞ്ഞു വിളിച്ച് ഞാൻ സ്വന്തമാക്കിയിരിക്കും. അതെ, ഈ വസന്തയാ പറയുന്നത്. ഒന്ന് പോടി. പോവാ അടുക്കളയിലേക്ക്. എന്റെ പൊന്നെ, ഇതെന്തൊരു ജീവി! എന്റെ ഭഗവാനെ ഗുരുവായൂരപ്പ, ആ കുഞ്ഞിന്റെ കാല് ഭേദമാക്കാനുള്ള വഴി തുറന്നു തന്നിട്ട് നീ തന്നെ അതങ്ങ് അടച്ചു കളഞ്ഞല്ലോ. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ.